നിനക്ക് ജ്യൂസ് ഏതാ വേണ്ടത്? എനിക്ക് കോഫി മതി. ആ, ഞാൻ ഒരു പൈനാപ്പിൾ പറയാ. ചേട്ടാ, ഒരു ജ്യൂസ് ഒരു കോഫി. അയ്യോ, ഇയാൾ എനിക്കും ജ്യൂസ് എടുത്താ. ഇനിയിപ്പോ എനിക്ക് കോഫിയാണെന്ന് എങ്ങനെ പറയും? അയ്യോ പെട്ടല്ല. നീ കോഫി അല്ലേ പറഞ്ഞത്? ആ എന്നാ പിന്നെ എനിക്ക് പറഞ്ഞൂടെ മാറ്റാൻ? എടാ നീ ഒന്ന് പറയൂ. ചേട്ടാ, ഒരു മിനിറ്റ് ഒന്ന് വായോ. ചേട്ടാ, 2 ജ്യൂസ് അല്ല പറഞ്ഞു, ഒരു കോഫി ഒരു ജ്യൂസും പറഞ്ഞു. ഇതൊന്ന് മാറ്റിയേ. ഓ സോറി സാർ. ആ, കുഴപ്പമില്ല, മാറ്റിയാ മതി. ഇവൻ ഇതൊക്കെ എങ്ങനെ പറ്റണോ എന്തോ. നീ എത്ര കാലം ഇങ്ങനെ ഇൻട്രോവേർട്ട് ആയിട്ട് നടക്കോടാ? നിനക്ക് 4 ആളുടെ അടുത്ത് സംസാരിച്ച് മാറ്റിക്കൂടെ ഇത്? എടാ അത് സംസാരിക്കണം എന്ന് വിചാരിക്കും, പക്ഷെ നടക്കണ്ടേ. എനിക്കൊരു ഷർട്ട് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. ദേ തുണിക്കടാ, ഇവിടെ നിന്ന് എടുക്കാലോ. ആ ഇവിടെ തുണിക്കടയൊക്കെ ഉണ്ട്. ചേട്ടാ ഈ ഷർട്ടിന് എത്രയാണ്? ഈ ഷർട്ട് 1200 രൂപ. 1000 രൂപയ്ക്ക് തരാം. 1000 രൂപ അല്ലേ? കയ്യിലാകെ 800 ഉള്ളൂല്ലോ. ചേട്ടാ, ഇവന്റെ ഈ ഷർട്ടിന് എത്ര വില? ഇത് 1200 ഒരു 1000 രൂപയ്ക്ക് തരാം. ഓ, 1000 ഇത്തിരി കൂടുതലല്ലേ ചേട്ടാ? എന്തെങ്കിലും ഒന്ന് കുറയ്ക്ക്. ഇനി കുറയില്ലടാ. ഒന്നുകൂടെ താഴട്ടെ, എന്തെങ്കിലും ഒന്ന്. 100 മതി. നഷ്ടമാണ്. എന്നാലും നീ എടുത്ത സ്ഥിരം കസ്റ്റമർ അല്ലേ. അങ്ങനെ അവനുള്ളതുകൊണ്ട് എനിക്ക് ഷർട്ട് വാങ്ങാൻ പറ്റി. ഹലോ ഹലോ, ഇത് ഷൈൻ അല്ലേ? അതെ. നിങ്ങളൊന്ന് ഓഡീഷൻ നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ട് കേട്ടോ. സെലക്ട് ആയാ? ആ ശരി ശരി. എന്താണ്, ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എടാ അന്ന് നമ്മൾ പോയ ഓഡീഷനില്ലേ, അതില് ഞാൻ സെലക്ട് ആയിന്ന് പറഞ്ഞിട്ട് വിളിച്ചാണ്. അപ്പൊ ചെലവ് മന്തി കഴിക്കാൻ പോവാ. ചെലവൊക്കെ ചെയ്യാ, പക്ഷെ ഞാൻ അവിടെ എപ്പോഴോ പോണ്ടെന്ന് ചോദിക്കാൻ മറന്നുപോയി. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ നമ്പർ എനിക്ക് അയക്കും, ഞാൻ പിന്നെ വിളിച്ച് ചോദിച്ചോളാം. അയച്ചിട്ടുണ്ട്. ഹലോ ആ ചേട്ടാ, ഞാൻ ഓഡീഷൻ സെലക്ട് ആയിട്ട് 2 ദിവസം കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞു ചേട്ടൻ. പിന്നെ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞ് വിളിച്ചു. ആ ഷൂട്ട് കഴിഞ്ഞല്ലോ മോനെ. കഴിഞ്ഞ അതിന് എന്നോട് വരാൻ പറഞ്ഞില്ലല്ലോ. അത് തനിക്ക് പറ്റില്ല എന്ന് തന്റെ ഫ്രണ്ട് തന്നെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അയാളെ ഞാൻ അഭിനയിച്ചിരുന്നു. ശരി ചേട്ടാ. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ നമ്പർ എനിക്ക് അയക്കും, ഞാൻ പിന്നെ വിളിച്ച് ചോദിച്ചോളാം. അല്ലേലും അത് അങ്ങനെയാണ്. ഓരോരുത്തരും അവരവരുടെ നേട്ടത്തിന് വേണ്ടിയാണ് ആദ്യം ശ്രമിക്കുക. നമുക്ക് വേണ്ടി നമ്മൾ തന്നെ സംസാരിക്കണം.